ഹലോ ഡിയേഴ്സ്, ഞാൻ നാട്ടിൽ വന്ന ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യമാണ് ചക്ക കിട്ടിയില്ലേ ഈ പ്രാവശ്യം എന്ന്. അത് കാരണമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ചക്കയുടെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വന്നത്. ഇതിലെന്താ വലിയ കാര്യമെന്ന് ചോദിച്ചാൽ കാര്യമൊന്നുമില്ല, ചക്ക കിട്ടിയതിൻ്റെ സന്തോഷം ഒന്ന് ഷെയർ ചെയ്യുന്നു, അത്ര തന്നെ. ഞാൻ എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്ക് ഞാനും ചക്കയും തമ്മിലുള്ള ബന്ധം നന്നായിട്ടറിയാം. അത് കാരണമാണ് എല്ലാവരും എന്നോട് ചോദിക്കാറുള്ളത് ചക്ക കിട്ടിയില്ലേ ചക്ക കിട്ടിയില്ലേ എന്ന്. എനിവേ ഇപ്രാവശ്യം എനിക്ക് ചക്ക കിട്ടി കേട്ടോ. അപ്പം ഇപ്രാവശ്യം കിട്ടിയത് നല്ല തേൻവരിക്ക ചക്കയായിരുന്നു കേട്ടോ. പക്ഷേ മുമ്പ് ഈ ചക്കയ്ക്ക് നല്ല മധുരവും അതുപോലെ തന്നെ ഇതിൽ നല്ല ഓറഞ്ചിഷ് കളറുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കുറഞ്ഞു, വർഷങ്ങളായതുകൊണ്ടായിരിക്കാം. എനിക്കിതിൻ്റെ റീസണൊന്നും അറിയത്തില്ല. ചക്കയെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർക്ക് ഇതറിയാമെങ്കിൽ ഒന്ന് പറയണേ. കളറൊക്കെ കുറഞ്ഞു, പിന്നെ മധുരവും കുറഞ്ഞു. നേരത്തെ നല്ല മധുരമായിരുന്നു, പക്ഷേ ഇപ്പം മധുരമൊക്കെ കുറഞ്ഞു, എന്താണെന്നറിയില്ല. അപ്പോൾ എനിവേ കിട്ടിയ സന്തോഷം. തേൻവരിക്ക ചക്കയൊക്കെ കഴിച്ചു. പിന്നെ നാട്ടിൽ മഴയൊക്കെ തുടങ്ങിയ കാരണം പൊതുവെ ചക്കയുടെ മധുരമൊക്കെ കുറഞ്ഞു എന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്തായാലും ചക്ക കിട്ടി, കഴിച്ചു, അടിപൊളി ടേസ്റ്റായിരുന്നു. ഈ ചക്കയുടെ ടേസ്റ്റ് കുറയാനും നിറം കുറയാനുമൊക്കെ എന്തോ റീസൺ ഉണ്ട്. അത് എനിക്ക് ഈയിടെ ഒരു ഫ്രണ്ട് എന്നോടായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, അങ്ങനെ കുറേ വർഷങ്ങളാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കളറും ഒക്കെ ചേഞ്ച് ആവുന്നതായിരിക്കാം. പിന്നെ ചക്കയുടെ കുറേ വെറൈറ്റിയുടെ പേരൊക്കെ പറഞ്ഞു കേട്ടോ, എനിക്കത് കറക്റ്റൊന്നും അറിയത്തില്ല. ആ ഫ്രണ്ടിന് ചക്കയും മാങ്ങയും കൃഷിയുമായിട്ടുള്ള വളരെ ബന്ധമുള്ള ഒരു ഫ്രണ്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് അത്രയും പറഞ്ഞു തന്നത്. ഇത്രയും വർഷങ്ങളായതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ സംഭവിച്ചതായിരിക്കാം. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ആ ഫ്രണ്ടിനെ ഈ ചക്കയുടെ ടെക്സ്ചർ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ കേട്ടോ ഇത്. പിന്നീട് ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ അങ്ങ് ആക്കിയേക്കാമെന്ന്. അങ്ങനെയാണ് ഈ വീഡിയോയുടെ പിറവി. ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളിൽ കുറച്ചെങ്കിലും പേരുടെ മനസ്സിൽ തോന്നും, ചക്കയല്ലേ ഇതിനകത്ത് എന്താ ഇത്ര വലിയ പ്രത്യേകത എന്ന്, അല്ലേ? അത് പ്രവാസികളായിരിക്കുന്ന ഓരോ ആൾക്കാർക്കും മനസ്സിലാവും. നാട്ടിൽ കിട്ടുന്ന ചക്കയും മാങ്ങയും ഒക്കെ കഴിക്കാൻ ആ ഒരു ടൈമിൽ ഇവിടെ എത്താൻ പറ്റാത്തതിൻ്റെ ആ ഒരു മിസ്സിങ്ങും ഒക്കെ. എത്ര ആയാലും നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതൊക്കെ സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടാൻ ഉള്ളതാണ്. ആഗ്രഹം തോന്നുന്നവർ നല്ല വില കൊടുത്ത് വാങ്ങാറുമുണ്ട്, വാങ്ങി കഴിക്കാറുമുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു ചക്കയൊക്കെ കിട്ടുമ്പോഴും അല്ലെങ്കിൽ അതിങ്ങനെ നമ്മൾ എടുത്ത് കഴിക്കുമ്പോഴും ഉള്ള ആ ഒരു സന്തോഷമൊന്നും ഒരിക്കലും സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടാറില്ല. അതും ചെറിയൊരു പീസിനൊക്കെ നല്ല വില കൊടുത്താണ് അവിടെ എല്ലാവരും വാങ്ങാറുള്ളതൊക്കെ. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു സന്തോഷം കൂടി അറിയിക്കണ്ടേ, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് ധാരാളം ചക്കയും മാവും എല്ലാം വീട്ടിലുള്ള സമയത്ത് ഇതിനോടൊന്നും വലിയ ഇഷ്ടം തോന്നിയിരുന്നില്ല കേട്ടോ. മാങ്ങയൊക്കെ കഴിക്കുമായിരുന്നു, എന്നിരുന്നാലും അങ്ങനെ ഒരുപാട് ഇഷ്ടത്തോടെയൊന്നും കഴിച്ചിരുന്നില്ല. അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ നമ്മൾ വേറൊരു നാട്ടിൽ ചെന്ന് അവിടെ കിട്ടുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് പിന്നീട് അത്രയും വിലപിടിപ്പുള്ളതായിട്ടും പ്രഷ്യസ് ആയിട്ടും ഒക്കെ തോന്നുന്നത് കേട്ടോ. പൊളിക്കുന്നു, തടുന്നു, എൻ്റെ വായിൽ പോകുന്നു, ഇടുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ തിന്നുന്നു. പണ്ടൊക്കെ നല്ല മധുരമായിരുന്നു, ഇപ്പം മധുരം കുറഞ്ഞു. ഇതിന് മധുരം കുറയാൻ പോയത് അറിയത്തില്ല, എന്തോ കാരണമുണ്ട് അതിനെന്താണെന്ന് അറിയത്തില്ല. അമ്മയ്ക്ക് ചോദിച്ചൂടെ? ചക്കയോട് ചോദിക്കണം. ചക്ക എന്താ മധുരം ഇല്ലാത്തതെന്ന്. എൻ്റെ മോളുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും എൻ്റെ മോൾക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്. വെറുതെ കേട്ടോ, അവൾക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ചക്കയോടും മാങ്ങയോടൊന്നും. എനിക്കറിയില്ല, എൻ്റെ രണ്ട് കുട്ടികൾക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഒരു പക്ഷേ അവരും ഭാവിയിൽ ഇഷ്ടപ്പെട്ടേക്കാം,
എനിക്കറിയില്ല ഇപ്പം എന്തായാലും അത്ര വലിയ ചക്കയൊക്കെ വേവിച്ചാലും അല്ലെങ്കിൽ എന്താ പറയുക ചക്ക പഴം കൊടുത്താലോ ഒന്നും വലിയ ഇൻട്രസ്റ്റോടെ അല്ല കഴിക്കുന്നത്. നല്ല വരിക്കച്ചക്ക നല്ല മധുരമുള്ളതൊക്കെയാണ് 1-2 പീസ് കഴിക്കും, അത്രയേ ഉള്ളൂ. ഞാൻ ഈ കാണിക്കുന്ന ആക്രാന്തമൊന്നും കുഞ്ഞുങ്ങൾ കാണിക്കാറില്ല കേട്ടോ. പിന്നെ ഇപ്പം ചുമ്മാ കാണിച്ചു എന്നേ ഉള്ളൂ അവൾ. കൂടാതെ നല്ല മഴയും തുടങ്ങി നാട്ടിൽ. അപ്പം ഞാൻ ചക്കയൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല മഴയും ഉണ്ടായിരുന്നു. വലുതാകുമ്പോൾ ഒരു ബൈക്കൊക്കെ വാങ്ങിയിട്ട് ഹെൽമെറ്റൊക്കെ ഇടണം. ഇതിനൊടുക്കത്തെ നാറ്റോ. ഇതുപോലെയുള്ള നാട്ടിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ചക്കയും മാങ്ങയും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പം മറ്റൊരു കാഴ്ചയും വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. ബൈ.